നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ 2026 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം വ്യാപകമായിട്ട് ഫുട്ബോൾ ലോകത്തുണ്ടല്ലോ. അദ്ദേഹം ഇന്ന് പരിക്കിൽ നിന്നൊക്കെ മുക്തി നേടി കളിക്കളത്തിലേക്ക് തിരികെ ഇറങ്ങുന്ന ദിവസവുമാണ്. കാർലോ ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ 2002 ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലെ താരങ്ങൾ നെയ്മർ ജൂനിയറുടെ വേൾഡ് കപ്പ് ഹോപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഒരു പോഡ്കാസ്റ്റിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ. വാമ്പറ്റ, ജൂനിയർ, ഡെനിൽസൺ 2002 വേൾഡ് കപ്പ് ടീമിൻ്റെ ഭാഗമായിരുന്നവർ. ഡെനിൽസൺ ടീമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന് ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടാവും, മനോഹരമായൊരു ഗോള്. അതുപോലെ വാമ്പറ്റയും ഒരു കളിയിൽ അന്ന് വേൾഡ് കപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പോൾ ഈ താരങ്ങളുടെ നെയ്മറെക്കുറിച്ചുള്ള നിരീക്ഷണം ESPN, ആ പോഡ്കാസ്റ്റ് പറഞ്ഞ കാര്യം ESPN എന്നെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വാമ്പറ്റ പറഞ്ഞ ആദ്യം നോക്കാം. വാമ്പറ്റ പറയുന്നത്, ഇപ്പോൾ വേൾഡ് കപ്പ് നാളെ അല്ലല്ലോ, നാളെയാണെങ്കിൽ ഞാൻ നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകില്ല. പക്ഷേ ഇനി 5 മാസം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അത് നെയ്മറെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ കളിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ ഞാൻ നെയ്മർ ജൂനിയറെ ബ്രസീലിലെ എക്കാലത്തെയും ടോപ്പ് 5 താരങ്ങളിൽ ഒരാളായിട്ട് കാണുന്നയാളാണ്. അതായത് പെലെ, സീക്കോ, റൊമാരിയോ, റൊണാൾഡോ, നെയ്മർ. അതാണ് ഞാൻ അങ്ങനെയാണ് പറയുക. പക്ഷെ അതിൻ്റെ പേരിൽ എന്നെ കൊല്ലാൻ വരാൻ ആളുണ്ടാവും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ പെലെ, സീക്കോ, റൊമാരിയോ, റൊണാൾഡോ, നെയ്മർ ഇവരാണ് ബ്രസീലിയൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 5 താരങ്ങൾ. അതിനുശേഷം മാത്രമേ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും റെവലിനെയും ഒക്കെ വരൂ എന്നാണ് വാമ്പറ്റ പറഞ്ഞത്. അതായത് നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണമോ എന്നുള്ളത് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. ഇനി മാസങ്ങളുണ്ട്. നെയ്മറുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം പറയുമ്പോൾ. ജൂനിയർ പറയുന്നത് എന്താണെന്നറിയോ? നെയ്മർ, ഐ വുഡ് ഡെഫിനറ്റ്ലി ടേക്ക് ഹിം. വേൾഡ് കപ്പിന് എന്തായാലും ഞാനാണ് കോച്ചെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോകും. ഈവൺ വിത്ത് 1 leg ഹീ ഈസ് ബെറ്റർ ദാൻ എവറി വൺ എൽസ്. ഒറ്റക്കാലം കൊണ്ട് നെയ്മർ കളിക്കാനിറങ്ങിയാലും മറ്റെല്ലാവരേക്കാളും മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് ജൂനിയർ പറയുമ്പോൾ, ഡെനിൽസൺ, അതെ 98 വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് പാടവം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരുന്ന, പന്ത് കൊണ്ട് പൂക്കളം വരച്ച് ഇടതുവിങ്ങിലൂടെ മുന്നേറിയിരുന്ന അതേ ഡെനിൽസൺ, 2002 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിൻ്റെ ഭാഗമായിരുന്ന ഡെനിൽസൺ, ആ ഡെനിൽസൺ പറയുന്നു നെയ്മർ ഈസ് എ ഫിനോമിനൻ. നെയ്മർ ഒരു പ്രതിഭാസമാണ്. അദ്ദേഹം നല്ല രൂപത്തിൽ കളിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനുമില്ല, ഒരു ചോദ്യവുമില്ല വേൾഡ് കപ്പിന് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത്. സോ അദ്ദേഹത്തെക്കാൾ കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള താരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൈകളിലല്ല ഇരിക്കുന്നത്. റൈറ്റ് നൗ അദ്ദേഹം പരിക്കും മറ്റുമൊക്കെ ആയിട്ട് പുറത്താണല്ലോ. സോ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് നമുക്ക് വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതാവും ശരി എന്നാണ് ഡെനിൽസൺ പറയുന്നത്. ഏതായാലും പരിക്ക് എന്നുള്ള ആശങ്ക ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. നെയ്മർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കളിക്കളത്തിലേക്ക് ഇന്ന് മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ മികച്ച പ്രകടനം അദ്ദേഹത്തെ നടത്താൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രത്യാശയിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത്. പിന്നെ ഇനി വീണ്ടും ഒരു പരിക്ക് സംഭവിച്ചാൽ അത് ഈ വേൾഡ് കപ്പ് സ്വപ്നങ്ങളുടെ അവസാനമായിരിക്കും. അതുകൊണ്ട് ഇനി പരിക്ക് പറ്റാതെ ഇനിയുള്ള ആകെ വളരെ കുറഞ്ഞ മാസങ്ങളാണുള്ളത് വേൾഡ് കപ്പിന്. ആ മാസങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ പറ്റട്ടെ. കാർലോ ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യാൻ പറ്റട്ടെ. അത് ഇമ്പോർട്ടൻ്റ്. കാരണം ആഞ്ചലോട്ടി പറയുന്നുണ്ട്, ഞാൻ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. അതാണ് അങ്ങനെ സാധാരണ ബ്രസീലിയൻ ടീമിൻ്റെ കോച്ചുമാരായിട്ട് വരുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും? അപ്പോൾ എനിക്കാരോടും ഒരു കടപ്പാടുമില്ല, നന്നായി കളിച്ചോ ഞാൻ ടീമിലെടുക്കും, അത്രേ ഉള്ളൂ എന്ന് ആഞ്ചലോട്ടി പറയുമ്പോൾ, പരിക്കും പ്രശ്നങ്ങളും ഇല്ലാതെ 100% ഫിറ്റായിട്ട് നെയ്മർ നിന്നാൽ തന്നെ മതി, നന്നായി അദ്ദേഹം കളിക്കും. അദ്ദേഹത്തെ മികച്ച രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.